വിശദമായി ബ്രഹ്മപുരം പ്ലാന്റിലെത്തി നിയന്ത്രണ വിധേയമായെങ്കിലും പുക കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. അയൽ ജില്ലകളിൽ നിന്ന് കൂടുതൽ അഗ്നിശമന സേനാ യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതലായി എത്തിക്കുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും നടപ്പായില്ല. നഗരത്തിലെ മാലിന്യ നീക്കം ഇതുവരെയും പുനരാരംഭിക്കാത്തത് വരും ദിവസങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കും. ബ്രഹ്മപുരത്ത് പ്ലാസ്റ്റിക് മാലിന്യം 5ാം ദിവസവും പുകയുകയാണ്. തീപിടുത്തമുണ്ടായ ഞായറാഴ്ച തുടക്കത്തിൽ തീയണയ്ക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് കാറ്റ് പ്രതികൂലമായതാണ് കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകളും 200ഓളം ഉദ്യോഗസ്ഥരും രാപകൽ വ്യത്യാസമില്ലാതെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ വ്യാപൃതരാകുമ്പോഴും 75 ഏക്കറോളം വരുന്ന മാലിന്യമലകൾ പലയിടങ്ങളിലായി ഇപ്പോഴും പുകയുന്നു. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കാമെന്ന ഉറപ്പ് കോർപ്പറേഷൻ പാലിച്ചിട്ടില്ല. സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ 100% പെർഫെക്റ്റോട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് നമുക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായിട്ടും മറ്റ് ഭൗതിക സാഹചര്യം ഒരു വെല്ലുവിളി നമുക്കുണ്ട്. ആ വെല്ലുവിളികൾക്കൊന്നും നിന്നുകൊണ്ട് നമ്മൾ സർക്കാരിൻ്റെ മുൻനിര പോരാളികളായിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടരുകയാണ് 4 ദിവസമായിട്ടും. എന്തായാലും ഇത് അവസാനത്തെ ഈ എടുത്തിട്ട് ഞങ്ങൾ പോവുകയുള്ളൂ, അത് തർക്കമില്ല. കൊച്ചി നഗരത്തിന് പുറമെ ബ്രഹ്മപുരത്തിന്റെ കിഴക്കൻ മേഖലകളിലേക്കും ആലപ്പുഴ അതിർത്തി വരെയും വിഷപ്പുക നിറഞ്ഞിരിക്കുകയാണ്. ബ്രഹ്മപുരത്തും പരിസര പ്രദേശങ്ങളിലും 7 വരെയുള്ള ക്ലാസുകൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. ഈ മേഖലയിൽ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മാലിന്യ ലോറികൾ ബ്രഹ്മപുരത്തേക്ക് എത്തിയാൽ തടയുമെന്ന നിലപാടിൽ തന്നെയാണ് നാട്ടുകാർ. ബ്രഹ്മപുരത്തു നിന്ന് ഉയരുന്ന പുകയുടെ പിടിയിൽ തന്നെയാണ് കൊച്ചിയും പരിസര പ്രദേശങ്ങളും ഇപ്പോഴും. എത്ര ദിവസം ഈ ദുരിതം തുടരുമെന്നതിന് ആർക്കും ഒരു ഉത്തരവും നൽകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18. ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. വിഷയം നാളെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ നടപടി. ബ്രഹ്മപുരത്തിന് സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുവി വിശ്വനാഥൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. സുവി, 2 കാര്യങ്ങൾ. ഒന്ന്, ഹൈക്കോടതിക്ക് സ്വമേധയായി കേസെടുക്കേണ്ടി വരുന്ന സാഹചര്യം. മറ്റൊന്ന്, ഈ 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അവധി നൽകുന്നുള്ളൂ. അതിൽ ഇന്നലെയും ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു കളക്ടർക്കെതിരെ. എൽദോ, ബ്രഹ്മപുരം വിഷയത്തിൽ ഒടുവിൽ ഹൈക്കോടതി ഇടപെടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഹൈക്കോടതി ഈ തീപിടുത്തത്തെ തുടർന്ന് കട്ടിപ്പുകയുണ്ടായ സംഭവത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹൈക്കോടതിക്ക് കത്തയച്ചത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കത്തയച്ചിരിക്കുന്നത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ജസ്റ്റിസ് ഒരു ഡിവിഷൻ ബെഞ്ചിനെ ഈ കത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുക. നാളെ തന്നെ ഈ കേസ് എടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീ പിടിച്ചതിന് ശേഷം കൊച്ചിയിൽ വിഷപ്പുക നിറഞ്ഞ സാഹചര്യത്തിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരത്തിൽ ഒരു കത്ത് എഴുതിയത്. കൊച്ചിയിൽ ജീവിക്കാൻ അത് ദുസ്സഹമാകുന്ന ഒരു അവസ്ഥയാണ്. അടിയന്തര ഇടപെടൽ വേണം എന്നായിരുന്നു അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ കത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ബ്രഹ്മപുരം സർക്കാരിന് തലവേദനയാവുന്നതോടുകൂടി ഒരു നിയമ പോരാട്ടത്തിലേക്ക് കൂടെ കടക്കുന്നു, അല്ലെങ്കിൽ ഹൈക്കോടതി കൂടെ ഇടപെടുന്നതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കൊച്ചി കോർപ്പറേഷന് കൂടുതൽ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തീപിടുത്തം ഒരു അട്ടിമറിയാണ് എന്ന് CPIയും കോൺഗ്രസും ഒക്കെ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും എങ്ങനെയാണ് തീ പിടിച്ചത് എന്നതുകൂടെ കൊച്ചി കോർപ്പറേഷൻ ഹൈക്കോടതിയെ അറിയിക്കേണ്ട ബാധ്യത കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് എൽദോ. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ മുതൽ തന്നെ 7ാം ക്ലാസ് വരെയുള്ളവർക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നേരത്തെ മുതൽ തന്നെ വലിയ തോതിലുള്ള വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഏതായാലും ബ്രഹ്മപുരത്തിന് പുറത്തുള്ളവർ, അതായത് ബ്രഹ്മപുരത്തിനും പരിസര പ്രദേശത്തും ഉള്ള സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ നഗരപ്രദേശങ്ങളിലുള്ള കുട്ടികൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഒരു വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഏതായാലും ആ ഒരു വിമർശനം ഉൾക്കൊള്ളാൻ ജില്ലാ കളക്ടർ തയ്യാറായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നും ഈ ബ്രഹ്മപുരം ഭാഗങ്ങളിലുള്ള കുട്ടികൾക്കും 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശ്വനാഥനാണ് വിശദാംശങ്ങൾ നൽകിയത്. ബ്രഹ്മപുരത്തെ തീപിടുത്തം അത് ഹൈക്കോടതി സ്വമേധയാ പരിഗണിക്കുകയാണ്. നാളെ ഡിവിഷൻ ബെഞ്ച് അത് പരിഗണിക്കും. ഒപ്പം
ആ സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ അത് 7ാം ക്ലാസ് വരെ മാത്രമാണ്. നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. വീണ്ടും ഒരിക്കൽ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള കരിങ്കൊടി പ്രതിഷേധത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മുന്നറിയിപ്പുമായി LDF കൺവീനർ EP ജയരാജൻ. ഇത്തരത്തിലുള്ള പ്രതിഷേധം തുടർന്നാൽ പ്രതിപക്ഷ നേതാവിന് പുറത്തിറങ്ങാൻ കഴിയില്ല. കരിങ്കൊടിക്കാരെ പ്രോത്സാഹിപ്പിച്ചാൽ പ്രതിപക്ഷ നേതാവിനും വീട്ടിലിരിക്കേണ്ടി വരുമെന്ന EP ജയരാജൻ മുന്നറിയിപ്പ് നൽകി. മൂന്നംഗ സംഘ കരിങ്കൊടിക്കാരെ പ്രോത്സാഹിപ്പിച്ച് അക്രമത്തിന് പോവുകയാണെങ്കിൽ സ്ഥിതി മോശമാകും. പ്രതിപക്ഷ നേതാവിന് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്ന് പ്രതിപക്ഷ നേതാവും ആലോചിക്കുന്നത് നല്ലതാണ്. കറുത്ത തുണിയിൽ കെട്ടി പെൺകുട്ടികളാണെങ്കിൽ അവരെ മുടിയെല്ലാം ഒന്ന് ഇത് ചെയ്ത് നല്ല ഷർട്ടും പാൻസൊക്കെ ഇട്ട് ആൺകുട്ടികളാണ് ധരിപ്പിച്ച് ഇങ്ങനെ സമരത്തിനിറക്കി ഈ നാടിൻ്റെ അന്തരീക്ഷത്തെ വികൃതമാക്കരുത്. ഇൻഡിഗോ വിമാന കമ്പനിയിൽ നിന്ന് തനിക്ക് കത്തൊന്നും കിട്ടിയിട്ടില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. താൻ ഇപ്പോഴും ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത്, അതിൽ ഒരു കുഴപ്പവുമില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. അല്ല, എനിക്കതിൻ്റെ കത്തൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇൻഡിഗോയിൽ ഇതുവരെ അതിനുശേഷം ഇതുവരെ കയറിയിട്ടില്ല. ഞാൻ ട്രെയിനിൽ തന്നെയാണ് പോകുന്നത്. എനിക്കതുകൊണ്ടൊരു പ്രയാസവുമില്ല. ഞാൻ എടുത്തൊരു നിലപാട് ഇപ്പോൾ അതുപോലെ തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ നാഗർകോവിൽ യാത്രയ്ക്ക് മുമ്പായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കരുതൽ തടങ്കലിലെടുത്തു. നെയ്യാറ്റിൻകര, പാറശാല എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളെയാണ് കരുതൽ തടങ്കലിലാക്കിയത്. നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം പ്രസിഡന്റ് ചെങ്കൽ റെജി, അസംബ്ലി സെക്രട്ടറി ലിജിത്ത്, മണ്ഡലം പ്രസിഡന്റ് അനൂപ് എന്നിവരെയാണ് പല ഭാഗങ്ങളിൽ നിന്നായി പാറശാല പോലീസ് കരുതൽ തടങ്കലിലാക്കിയത്. കരുതൽ തടങ്കലിന് ശേഷവും നെയ്യാറ്റിൻകരയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഋഷി കൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പൊങ്കാലയ്ക്കൊരുങ്ങി ആറ്റുകാൽ. ഭക്തിസാന്ദ്രമായി അനന്തപുരി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആയിരക്കണക്കിന് ഭക്തർ പൊങ്കാലയിടാൻ തലസ്ഥാനത്തേക്ക് എത്തുകയാണ് ഇപ്പോഴും. പൊങ്കാലയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വിശദാംശങ്ങളുമായി നന്ദകുമാർ ചേരുന്നു. നന്ദകുമാർ, പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ അത് പൂർണ്ണമാകുന്നു. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സ്ത്രീകളാൽ നിറഞ്ഞിരിക്കുകയാണോ തലസ്ഥാന നഗരം? എല്ലാ ഒരുക്കങ്ങളും തലസ്ഥാന ജില്ലയിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. സംസ്ഥാനത്തുടനീളമുള്ള ഒരുപാട് എല്ലാ ജില്ലകളിൽ നിന്നുള്ള വനിതകളും ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും എല്ലാ വകുപ്പുകളുടെയും ഒരു ഏകോപനത്തോടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം തലസ്ഥാന നഗരിയിലെ ഈ ഒരു ഗതാഗത കുരുക്കാണ്. കാരണം ഇന്ന് ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടുകൂടി വലിയ തോതിലുള്ള ഒരു ഗതാഗത കുരുക്ക് ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ, പ്രത്യേകിച്ച് കിഴക്കേക്കോട്ട മുതൽ തമ്പാനൂർ, കിഴക്കേക്കോട്ട മുതൽ ആറ്റുകാൽ ദേവീക്ഷേത്ര പരിസരത്ത് വരെ അത്രത്തോളം വലിയൊരു ഗതാഗത കുരുക്കാണ് ഇപ്പോൾ തലസ്ഥാന ജില്ലയിലുള്ളത്. കാരണം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പൊങ്കാല അർപ്പിക്കാനായിട്ട് ഭക്തർ തലസ്ഥാന ജില്ലയിൽ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ അവരുടെ സ്ഥലങ്ങളൊക്കെ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അവർ നാളത്തേക്കുള്ള സാധനങ്ങളും മറ്റും വാങ്ങാനായിട്ടാണ് ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും കിഴക്കേക്കോട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള തിരക്കും ഗതാഗത കുരുക്കുമാണ് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ നാളെ വൈകുന്നേരം വരെ ഇത്തരത്തിൽ ഹെവി വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ ഒന്നും തന്നെ നഗരത്തിലേക്ക് പ്രവേശിക്കില്ല. അതോടൊപ്പം തന്നെ പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിൽ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുള്ളതായി മേയർ അടക്കമുള്ള ആൾക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 3000 പോലീസ് ഉദ്യോഗസ്ഥരും 300 അഗ്നിരക്ഷ അല്ലെങ്കിൽ അഗ്നിസേനാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേക മെഡിക്കൽ സംഘത്തെയും ആരോഗ്യവകുപ്പ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ പൊങ്കാലിടാൻ വരുന്നവരുടെ വാഹനങ്ങൾ ക്ഷേത്ര പരിസരത്തോ ദേശീയ പാത പരിസരത്തോ പാർക്ക് ചെയ്യരുതെന്ന് സിറ്റി പോലീസ് കമ്മീഷണറും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനം ചുട്ടുപൊള്ളുന്ന ഈ ഒരു സമയത്ത് തീപിടുത്ത സാധ്യത മുന്നിൽ കണ്ട് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും അഗ്നിരക്ഷാസേന ഒരുക്കിയിട്ടുമുണ്ട്. ആറ്റുകാൽ ദേവി ക്ഷേത്രം, തമ്പാനൂർ, അട്ടക്കുളങ്ങര, കിള്ളിപ്പാലം, സിറ്റി ഔട്ടർ എന്നിങ്ങനെ 5ആയി തിരിച്ചാണ് പ്രവർത്തനം നടത്തുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വനിതകൾ ഉൾപ്പെടെ 130 സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരെ തയ്യാറാക്കിയിട്ടുണ്ട്. പൊങ്കാല ദിവസമായ നാളെ 35 ആംബുലൻസ് ഉൾപ്പെടെ 10 മെഡിക്കൽ ടീമുകളെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ വകുപ്പുകളുടെയും ഒരു ഏകോപനത്തോടുകൂടി കൃത്യമായ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഇനി പൊങ്കാല അർപ്പിക്കുന്നവർ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തിയെങ്കിലും അവരുടെ താമസം, അവരുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ
സംവിധാനങ്ങൾ ഇപ്പോൾ കൃത്യമായി തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പലരും ഈ വാഹനങ്ങളുടെ അടുത്തും അതോടൊപ്പം തന്നെ ഫുട്പാത്തിലുമാണ് ഇന്ന് ഉറങ്ങുന്നത് പോലും. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ഒരുക്കങ്ങൾ, വലിയൊരു സുരക്ഷാ വലയത്തിന് കീഴിലാണ് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ നാളെ തലസ്ഥാനം ഒരുങ്ങിയിട്ടുള്ളത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ തിരക്കാണ് തലസ്ഥാന ജില്ലയിൽ. കാരണം ചരക്ക് വാഹനങ്ങളോ മറ്റ് ഹെവി വാഹനങ്ങളോ തലസ്ഥാന ജില്ലയിലോട്ട് കൊണ്ടുവന്നില്ല എങ്കിൽ കൂടി ക്ഷേത്ര പരിസരത്തേക്ക് പോകുന്ന ഈസ്റ്റ് ഫോർട്ട് ഉൾപ്പെടെ കിഴക്കേക്കോട്ട ഉൾപ്പെടെ മണക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ വലിയ തോതിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത്. എന്തായാലും ഇപ്പോൾ നമുക്ക് KSRTC ബസ്സുകളും മറ്റ് സ്വകാര്യ വാഹനങ്ങളും മാത്രമാണ് റോഡിൽ കാണുന്നത്. എന്നിട്ട് കൂടിയാണ് ഇത്രയും തിരക്ക് തലസ്ഥാന ജില്ലയിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പും അഗ്നിരക്ഷാ സേനയും പോലീസും ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളും ഇപ്പോൾ സജ്ജമായിട്ടുണ്ട്. ഇനി എല്ലാ കാത്തിരിപ്പും നാളത്തേക്ക് തന്നെയാണ്. അതിനായി നാളത്തേക്കുള്ള പൊങ്കാല അർപ്പിക്കാൻ തന്നെയാണ് ഭക്തജനങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുള്ളത്. അതിലേക്കുള്ള കാത്തിരിപ്പാണ് ഇനി ഓരോ ഭക്തജനങ്ങളും ഉള്ളത്. ഓക്കെ, നന്ദകുമാറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. വലിയ ഒരുക്കങ്ങൾ തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു തലസ്ഥാന നഗരത്തിൽ. പക്ഷേ ഇപ്പോഴും വലിയ ഗതാഗത നിയന്ത്രണമുണ്ട്, ഒപ്പം ജനത്തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ വലയമുണ്ട്. എന്താണെങ്കിലും നാളെ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള കാത്തിരിപ്പിലാണ് മുഴുവൻ ഭക്തജനങ്ങളും. സ്ത്രീകൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് ഉറക്കമില്ലാത്ത സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ രാവായി മാറുന്നു. ചോറ്റാനിക്കരയിൽ ദേവീക്ഷേത്രത്തിൽ ചരിത്രപ്രസിദ്ധമായ മകം തൊഴൽ തുടരുകയാണ്. മകം തൊഴൽ നാളിൽ ദർശന പുണ്യം തേടി പതിനായിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രി 10 മണി വരെ ദർശനത്തിന് സമയമുണ്ട്. എന്നാൽ അതുവരെയുള്ള മുഴുവൻ ഭക്തർക്കും ദർശനത്തിന് അവസരം നൽകുമെന്ന് കൊച്ചി ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നു. ചോറ്റാനിക്കരയിൽ മകം തൊഴുതാൽ കോടി പുണ്യമെന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തിന്റെ ചുവട് പിടിച്ച് കഠിനമായ ചൂടിനെ അവഗണിച്ച് പതിനായിരങ്ങളാണ് മകം തൊഴാൻ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് സർവാഭരണ വിഭൂഷിതയായ ദേവിയുടെ മകം തൊഴൽ ആരംഭിച്ചു. കാലുവേദനയുണ്ട്, എന്നാലും അതെല്ലാം പകവെച്ചോണ്ട് അമ്മയുടെ നടക്കെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോകാൻ ആഗ്രഹം. അമ്മയെ തൊഴുക എല്ലാ സംഭവവും നടക്കും. ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് വരെ ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട് അമ്മ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട്. പുലർച്ചെ 6 ചടങ്ങുകൾ ആരംഭിച്ചത്. ചോറ്റാനിക്കര ഭഗവതി വില്ലുമംഗലം സ്വാമിക്ക് ദർശനം നൽകിയ കുംഭമാസത്തിലെ മകം നാളിൽ ദർശനം നടത്തിയാൽ സർവ്വദുരിതങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് വിശ്വാസം. 2 വർഷത്തെ കോവിഡ് ഇടവേളയ്ക്ക് ശേഷമാണ് പ്രൗഢിയോടെ മകം തൊഴൽ ആഘോഷിക്കുന്നത്. 1.5 ലക്ഷത്തോളം ഭക്തർ ക്ഷേത്രത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ച് വൻ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മകം തൊഴലോടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമായി. ന്യൂസ് 18 കൊച്ചി. പൊൻകലങ്ങളിൽ പൊങ്കാല, യാഗശാലയാകാൻ അനന്തപുരി. ഭക്തി നിമിഷങ്ങൾ ഇടതടവില്ലാതെ പ്രേക്ഷകരിലേക്ക്. നഗരം നിറഞ്ഞ് ന്യൂസ് 18. രാവിലെ മുതൽ സമഗ്ര കവറേജ്. പുണ്യമായി പൊങ്കാല. ആവേശമായി ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം. പൂരത്തോടനുബന്ധിച്ച് നടന്ന കുതിരകളിയും തേരും ആനപ്പൂരവും കാണാൻ പതിനായിരങ്ങളാണ് ചിനക്കത്തൂരിലെത്തിയത്. ഇരുവിഭാഗങ്ങളിലായി 27 ഗജവീരന്മാർ അണിനിരുന്ന ആനപ്പൂരം രാവിലെ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും വൈകിട്ട് പെരുവനം കുട്ടന്മാരാരും കിഴക്കൂട്ട് അനിയന്മാരാരും മേളത്തിൽ കൊട്ടിക്കയറി. തേരും തട്ടിൽമേൽ കൂത്തും പൂതം തെറിയുമെല്ലാം നിറഞ്ഞതോടെ ആവേശം വാനോളമായി. നാളെയാണ് പൂരത്തിന് സമാപനം. ന്യൂസ് 18 പാലക്കാട്. ചിനക്കത്തൂർ പൂരത്തിലെ കാഴ്ചകൾ അത് അവസാനിക്കുന്നില്ല. നമുക്ക് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോയി വരാം.
ചിനക്കത്തൂർ പൂരത്തിന്റെ ഏറ്റവും ഭംഗിയാർന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോഴും പൂരാഘോഷങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു, ഘോഷയാത്രകൾ നടക്കുന്നു. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ പൂരാഘോഷത്തിന്റെ ഭാഗമാകുന്നു. തുടരുകയാണ് വാർത്തകൾ വിശദമായി. KSRTCയിൽ ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് തൊഴിലാളി സംഘടനകൾ. തീരുമാനം പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CITU. ഗതാഗത മന്ത്രി ആന്റണി രാജു CITU നേതാക്കളുമായി ചർച്ച നടത്തി. നേരത്തെ പ്രഖ്യാപിച്ച ചീഫ് ഓഫീസ് ഉപരോധം ചർച്ച കണക്കിലെടുത്ത് CITU പിൻവലിച്ചു. ചർച്ച പ്രയോജനകരമാണെന്നും 18-ന് വീണ്ടും ചർച്ച നടത്തുമെന്നും CITU ഭാരവാഹികൾ പറഞ്ഞു. ശമ്പളം ഗഡുക്കളായി നൽകുന്നതിൽ എതിർപ്പുണ്ടെന്നും അത് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നേതാക്കൾ പറഞ്ഞു. തുടർ സമരം 14-15 യൂണിയൻ യോഗങ്ങൾക്ക് ശേഷം തീരുമാനിക്കുമെന്നാണ് CITU ഭാരവാഹികളുടെ വാക്കുകൾ. പണിമുടക്കടക്കമുള്ള സമരം വേണ്ടി വന്നാൽ സംയുക്തമായിട്ടാകുമെന്നും നേതാക്കൾ പറഞ്ഞു. മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത പണിമുടക്കിന് പിന്തുണ തേടി കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ TDF CITUവിനും BMSനും കത്ത് നൽകിയിട്ടുണ്ട്. BMSന്റെ നേതൃത്വത്തിൽ തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേരള മഹാരാജ്യം വാഴും പിണറായി മഹാരാജാവും KSRTCയെ ഭരിച്ചു തുലച്ച ആസ്ഥാന മന്ത്രിയും ചേർന്ന് ഇറക്കിയ അരക്കൂലി ഉത്തരവ്. മാധ്യമ സ്വാതന്ത്ര്യം പോലെ പ്രധാനമാണ് മാധ്യമ ധാർമ്മികതയെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസ് ഉന്നയിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യവാദം പൊള്ളയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയവരാണ് കോൺഗ്രസ് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇന്ദിരാഗാന്ധിയാണ് രാജ്യത്താകെ മാധ്യമ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയത്. അടിയന്തരാവസ്ഥ കാലഘട്ടം മുഴുവൻ ദേശാഭിമാനി അവിടെ എഡിറ്റോറിയൽ കോളം പൂർണ്ണമായും ഒന്നും എഴുതാതെ ബ്ലാങ്കായിട്ട് നിർത്തുകയും അങ്ങനെയൊരു പ്രതിഷേധം ഇവിടെ കേരളത്തിൽ കണ്ടതാണ്. അപ്പോൾ ഈ സെൻസർഷിപ്പ് ശക്തിയായിട്ട് നടപ്പിലാക്കിയ മന്ത്രി VC ശുക്ലയാണ്. അദ്ദേഹത്തിന് അന്ന് വിളിച്ചത് ഇന്ത്യൻ ഗീബൽസ് എന്നാണ്. അതാണ് കോൺഗ്രസിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള അവകാശവാദത്തിന്റെ ഒരു പൊള്ളയായ കാര്യം. കോഴിക്കോട്ടെ ആശുപത്രികളിൽ ഡോക്ടർമാർ സമരത്തിൽ. ഫാത്തിമ ആശുപത്രിയിലെ ഡോക്ടറെ കൂട്ടിരിപ്പുകാർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് IMAയുടെ പണിമുടക്ക്. ഡോക്ടർമാർ OP ബഹിഷ്കരിച്ച് സമരത്തിനിറങ്ങിയതോടെ ആശുപത്രികളിലെത്തിയ രോഗികൾ വലഞ്ഞു. ഗർഭസ്ഥ ശിശു മരിച്ചതിന് പിന്നാലെ യുവതിക്ക് ചികിത്സ വൈകിയെന്നാരോപിച്ചാണ് ഫാത്തിമ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റിനെ ഒരു സംഘം മർദ്ദിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ രാവിലെ 6 മുതൽ OP ബഹിഷ്കരിച്ചതോടെ ആശുപത്രികളിലെത്തിയ രോഗികൾ ദുരിതത്തിലായി. ഞാൻ ഷോൾഡർ വേനായിട്ട് കാണിക്കാൻ വന്നതാണ്. അപ്പോൾ എന്താ ഇവിടെ പൂട്ടി കിടക്കണേ, അപ്പോൾ എന്താന്ന് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോഴാണ് എനിക്കിത് ഇന്ന് സമരാണെന്നുള്ള മനസ്സിലായത്. പനി പിടിച്ചിട്ട് അങ്ങോട്ട് എത്തിക്കണം, മനസ്സിലായില്ല. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? ഇവിടെ വന്നപ്പോഴാണ് വിവരം അറിയുന്നത്. പക്ഷേ ഡോക്ടർമാർ പ്രതികരിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷേ രോഗികളെങ്ങനെ വലച്ചും കൊണ്ട് പ്രതികരിക്കുക എന്നാണ്, അതൊരു ശരിയല്ല. ആശുപത്രിയിൽ അക്രമം നടത്തിയ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട IMA സമരസമിതി കിഡ്സൺ കോർണറിൽ മാർച്ചും ധരണയും നടത്തി. സമരക്കാർ വൈക്കം മുഹമ്മദ് ബഷീർ റോഡ് ഉപരോധിച്ചു. ആശുപത്രി ആക്രമണങ്ങൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ആഴ്ചയിൽ ഒന്ന് വെച്ച്, അതായത് മാസത്തിൽ ഏതാണ്ട് 4-5 കണക്കിന് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് 200-ലേറെ ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇത് കേരളത്തിന് ഒരിക്കലും സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. കേരളത്തിലെ പൊതുസമൂഹം ഈ കാര്യത്തിൽ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട ഒരു സമയമാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഈ ആശുപത്രി സംരക്ഷണ നിയമം അമെന്റ്മെന്റ് നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള നടപടികൾ കൂടുതൽ ശക്തിയായിട്ട് കൂടുതൽ വേഗത്തിൽ നടത്തണമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നു. ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ 2 പേർ പോലീസിൽ കീഴടങ്ങിയിരുന്നു. 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണത്തിനായി നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്യും. ഇക്കാര്യം സർക്കാർ നേരത്തെ തീരുമാനിച്ചതാണെന്നും വീണ ജോർജ് പറഞ്ഞു. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ 12 വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചുവെന്ന പരാതിയിൽ ആരോഗ്യവകുപ്പ് ഇടപെടൽ. ഇതേ ആശുപത്രിയിൽ അസ്ഥിരോഗ വിദഗ്ധന്റെ ചികിത്സ കുട്ടിക്ക് ലഭ്യമാക്കി. ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് മന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടി. കുട്ടിക്ക് ഇന്ന് വലിയ കുഴപ്പമില്ല, വളരെ ഡീസൻ്റായിട്ട് തന്നെ അവർ സംസാരിച്ചു. അപ്പോൾ ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി ഇട്ടിട്ടുണ്ട്.
ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ, ബോൾട്ട് ഇടണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല രീതിയിലുള്ള സമീപനം ഉണ്ടായി. കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചികിത്സ നിഷേധിച്ചില്ലെന്നും കുട്ടിയുടെ കുടുംബത്തിൻ്റേത് തെറ്റായ ആരോപണമാണെന്നുമാണ് ആശുപത്രി അധികൃതരുടെ നിലപാട്. ചികിത്സ നിഷേധിക്കുക അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. രാവിലെ വന്നിട്ട് DMOയുടെ നിർദ്ദേശപ്രകാരം എൻക്വയറി നടത്തിയതാണ്. ഇപ്പോൾ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതിനാണ് എനിക്ക് മനസ്സിലായ ഒരു വ്യക്തമായ ഒരു കാര്യം. അപ്പോൾ അവിടെ ചില ബഹളം ഉണ്ടായപ്പോഴത്തെ പുള്ളി കൈകൊണ്ട് കാണിച്ചു, ഇങ്ങനെ കാണിച്ച് നിൽക്കാൻ പറഞ്ഞു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ കാണിച്ചു. ഈ കൈകൊണ്ട് കാണിച്ച 5 കണ്ടിട്ടാണ് 5000 ചോദിച്ചെന്നാണ് പറഞ്ഞെന്നാണ് പറയുന്നത്. അതിലെന്താ കാര്യം ഇരിക്കുന്നത്? ഞാൻ അതല്ല ചോദിക്കുന്ന ഒരു കാര്യം, ഈ ക്യാഷ്വാലിറ്റി ഇരിക്കുന്ന CM പുള്ളിക്ക് ഏതായാലും സർജറി ചെയ്യാനുള്ള ഇതുമില്ല, ഒരു കാര്യം ചെയ്യാനില്ല. പിന്നെ എന്തിനു വേണ്ടി 5000 കൈക്കൂലി വയ്ക്കുന്ന ആരോപണം വയ്ക്കുന്നത്? അതെനിക്ക് മനസ്സിലാകത്തില്ല. ഡോക്ടർക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന നിലപാടിലാണ് കുട്ടിയുടെ കുടുംബം. സൈക്കിളിൽ നിന്ന് വീണ് പരിക്കേറ്റ കുട്ടിക്ക് ചികിത്സ നൽകാൻ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഡോക്ടർ 5000 രൂപ കൈക്കൂലി ചോദിച്ചു എന്നാണ് ആരോപണം. ആലപ്പുഴ ചെങ്ങന്നൂരിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ SDPI ബന്ധത്തിൽ പ്രതിഷേധിച്ച് രാജിവെച്ച പ്രവർത്തകരെ അനുനയിപ്പിച്ച് പാർട്ടി നേതൃത്വം. സജി ചെറിയാന്റെ നിർദ്ദേശാനുസരണം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി. ജനകീയ പ്രതിരോധ ജാഥയുടെ ജില്ലയിലെ പര്യടനം കഴിയുന്നതുവരെ സംയമനം പാലിക്കണമെന്ന പാർട്ടി നിർദ്ദേശം തൽക്കാലം അംഗീകരിക്കാനാണ് പ്രവർത്തകരുടെ തീരുമാനം. SDPI ബന്ധത്തെ തുടർന്ന് പൊട്ടിത്തെറിയുണ്ടായ ചെങ്ങന്നൂർ CPMലെ ചെറിയനാട് സൗത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തകരുമായാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MH റഷീദ്, R രാജേഷ് എന്നിവർ കൂടിക്കാഴ്ച നടത്തിയത്. പ്രവർത്തകരുടെ ആരോപണങ്ങൾ ആദ്യം മുഖവിലക്കെടുക്കാതിരുന്ന അംഗങ്ങൾ പരാതി ഒന്നൊന്നായി അക്കമിട്ട് നിരത്തിയപ്പോൾ കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാവുകയായിരുന്നു. ഈ മാസം 12, 13 തീയതികളിലായാണ് ജനകീയ പ്രതിരോധ ജാഥ ജില്ലയിൽ പര്യടനം നടത്തുക. അതുവരെ വിവാദങ്ങൾക്ക് ഇട നൽകരുതെന്നാണ് നിർദ്ദേശം. 14-ന് ശേഷം ജില്ലാ സെക്രട്ടറി R നാസറിന്റെ സാന്നിധ്യത്തിൽ പ്രശ്നപരിഹാരത്തിന് ചെങ്ങന്നൂരിൽ യോഗം ചേരും. ആരോപണ വിധേയനായ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദിനെതിരെ നടപടിയെടുത്താൽ ന്യൂനപക്ഷ വിഭാഗത്തിനിടയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് ചെങ്ങന്നൂരിലെ പാർട്ടി നേതൃത്വത്തിനുള്ളത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോയാൽ കൂടുതൽ കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകുമെന്ന സൂചന പ്രതിഷേധക്കാർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നേതൃത്വത്തോട് മറച്ചുവെച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി SDPI നേതാവുമായി പരസ്യ ബിസിനസ് പങ്കാളിത്തം നടത്തുകയും വർഗീയതയ്ക്കെതിരായ ക്യാമ്പയിനുകൾ കമ്മിറ്റിക്ക് കീഴിൽ സംഘടിപ്പിക്കാതെ വന്നതോടെയുമാണ് പാർട്ടിയിൽ അസംതൃപ്തി ഉടലെടുത്തത്. ഏരിയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് പരാതി നൽകി മാസങ്ങളായിട്ടും SDPI ബന്ധം തുടർന്നതോടെയാണ് ചെങ്ങന്നൂരിൽ വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹികളടക്കം ജില്ലാ നേതൃത്വത്തിന് രാജി നൽകിയത്. പ്രവർത്തകർ ഉന്നയിച്ച ഗൌരവകരമായ വിഷയം ചെങ്ങന്നൂരിലെ പാർട്ടി നേതൃത്വം നേരത്തെ പരിശോധിക്കാൻ തയ്യാറാകുമായിരുന്നുവെങ്കിൽ വർഗശത്രുക്കളുടെ പേരിലുള്ള അംഗങ്ങളുടെ ഈ കൊഴിഞ്ഞുപോക്ക് CPMന് അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18. സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും അത് തീരുമാനമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ UDF കേരളത്തിൽ ഉള്ളിടത്തോളം കാലം പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. ഒരു സംശയമില്ല, കേരളയിൽ മുമ്പോട്ട് പോകുന്നതന്നെയും. കേരളയിൽ എന്ന് പറയുന്നത് ഒരു 50 കൊല്ലക്കാലത്തിന്റെ അപ്പുറത്തുള്ള കേരളത്തിന്റെ വളർച്ചയെ മുൻകൂട്ടി കണ്ടുള്ള പദ്ധതിയാണ്. കേരളത്തിൽ UDF ഉള്ളിടത്തോളം കാലം അനങ്ങാൻ പറ്റില്ല. ഒരു തെരി ഭൂമിയിൽ ഇവർക്ക് റെയിലിടാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം അത് വെല്ലുവിളിയാണെങ്കിൽ വെല്ലുവിളി, ആ വെല്ലുവിളി നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. മണിക് സാഹ വീണ്ടും ത്രിപുര മുഖ്യമന്ത്രിയാകും. BJP MLA-മാരുടെ യോഗത്തിലാണ് തീരുമാനം. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. കേന്ദ്ര സഹമന്ത്രി പ്രതിമ ഭൗമിക്കാണ് BJP നിയമസഭാ കക്ഷി യോഗത്തിൽ മണിക് സാഹയുടെ പേര് നിർദ്ദേശിച്ചത്. ബുധനാഴ്ചയാണ് സത്യപ്രതിജ്ഞ. നേരത്തെ മണിക് സാഹ, പ്രതിമ ഭൗമിക് എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. ബിപ്ലബ് ദേവ് കുമാറിന് പകരം 2022-ലാണ് മണിക് സാഹ മുഖ്യമന്ത്രിയായത്. ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസം ഫ്രിഞ്ചെക്സ് 2023-ൽ പങ്കെടുക്കാനായി ഫ്രഞ്ച് സംഘം തിരുവനന്തപുരത്തെത്തി. 6 ഓഫീസർമാരും 111 സൈനികരും അടങ്ങുന്ന സംഘമാണ് തിരുവനന്തപുരത്തെത്തിയത്. നാളെയും മറ്റന്നാളും തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിലാണ് ഫ്രിഞ്ചെക്സ് 2023 എന്ന കന്നി സംയുക്ത സൈനിക അഭ്യാസം. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ സൈനികർ ഫ്രഞ്ച് സൈനിക സംഘത്തിന് ഉജ്ജ്വല സ്വീകരണം നൽകി. ഇതാദ്യമായാണ് ഇരു രാജ്യങ്ങളും ഒരു കമ്പനി ഗ്രൂപ്പ് അടങ്ങുന്ന സംഘമായ ഫോർമാറ്റിൽ സൈനിക അഭ്യാസത്തിൽ ഏർപ്പെടുന്നത്.
വാർത്തകൾ വിശദമായി തുടരുകയാണ്. മലപ്പുറം അങ്ങാടിപ്പുറത്ത് മാമാങ്ക സ്മാരകമായ ചാവേർത്തറയുടെ സംരക്ഷണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചു. ഫണ്ടിന്റെ അപര്യാപ്തതയാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് തടസ്സമാകുന്നത്. നിർമ്മാണം തുടങ്ങി 2 വർഷം പിന്നിടുമ്പോഴും പകുതി പണി പോലും പൂർത്തിയായിട്ടില്ല. മാമാങ്കത്തിൽ പങ്കെടുക്കാൻ വള്ളുവ കോനാതിരിയുടെ ചാവേർ പടയാളികൾ തിരുമാന്താംകുന്ന് ഭഗവതിയെ വണങ്ങി ചാവേർ തറയിൽ നിന്നുമാണ് പുറപ്പെട്ടിരുന്നത് എന്നാണ് ചരിത്രം. ഈ തറ പുതുക്കി പണിത് സ്മാരകമാക്കി നിലനിർത്തുവാൻ 2021 ആലോചനകൾ തുടങ്ങിയത്. 1.5 കോടി ചെലവിൽ 8 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട പദ്ധതി 2 വർഷങ്ങൾക്കിപ്പുറം ഇങ്ങനെയാണ് കിടക്കുന്നത്. ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലാണ് നിർമ്മാണ ചുമതല. ചാവേർ തറയുടെ പ്രൗഢിയും പഴമയും നിലനിർത്തിയുള്ള നിർമ്മാണം, ചുവർ ചിത്രങ്ങൾ, ശില്പങ്ങൾ, ഗോപുരങ്ങൾ, ഇരിപ്പിടങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഇവിടെ വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ പൂർത്തിയായ പണിയുടെ തുക ലഭിക്കാത്തതുകൊണ്ട് നിർമ്മാണം സ്തംഭിച്ചു. ഇപ്പോഴത്തെ ഗോപുരം മാറ്റിക്കൊണ്ട് സൈഡ് റോഡിനൊരു ഗോപുരം പണി അതും പകുതിയായി നിൽക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെൻറ് സത്വര ശ്രദ്ധയുണ്ടാവുക. ഒക്കെ പൂർത്തീകരിക്കും അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ, പണി പൂർത്തിയാക്കണം എന്നുള്ള ഒരു ശക്തമായ ആവശ്യം ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കുകയാണ്. മുൻപ് തയ്യാറാക്കിയ പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നതിനാൽ ചിലവ് വീണ്ടും കൂടി. ആദ്യം സമീപത്തുള്ള റോഡ് കല്ല് പതിക്കുന്ന വിധത്തിലായിരുന്നു എസ്റ്റിമേറ്റ്. എന്നാൽ ഇപ്പോഴത് കോൺക്രീറ്റ് ചെയ്യാനാണ് ആലോചന. ചുരുക്കത്തിൽ മുൻപ് കണക്കാക്കിയ തുകയ്ക്ക് പദ്ധതി യാഥാർത്ഥ്യമാകില്ല. പുതുക്കിയ തുകയ്ക്കുള്ള അനുവാദം എന്ന് ലഭിക്കുമെന്നോ നിർമ്മാണം എന്ന് പുനരാരംഭിക്കാനാകുമെന്നോ ആർക്കും ഒരു നിശ്ചയവുമില്ല. ചരിത്രത്തെ സംരക്ഷിക്കാനുള്ള നടപടികൾ നിലവിൽ മാമാങ്ക സ്മാരകത്തെ അപമാനിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അങ്ങാടിപ്പുറത്തുനിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നെല്ലിന് ഇനി മരുന്ന് പറന്നടിക്കാം. ഡ്രോൺ ഉപയോഗിച്ചുള്ള മരുന്നടിയുടെ പരീക്ഷണം വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് കൃഷി വകുപ്പ്. മലപ്പുറം പരപ്പനങ്ങാടി ബ്ലോക്കിന് കീഴിൽ ഉള്ള നന്നമ്പ്ര പാടശേഖരത്തിലാണ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നെൽകൃഷിക്ക് ഡ്രോൺ ഉപയോഗിച്ച് മരുന്നടിച്ചത്. നെല്ലിന് മരുന്നടിക്കുക സാധാരണ നിലയിൽ ഏറെ സമയം വേണ്ട, അധ്വാനം വേണ്ട ഒരു പ്രവൃത്തിയാണ്. അത് കേവലം നിമിഷങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കാൻ ഡ്രോൺ ഉപയോഗിച്ച് സാധിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട നേട്ടം. നന്നമ്പ്ര പഞ്ചായത്തിലെ കുണ്ടൂർ പാടശേഖരത്തിലെ 125 ഏക്കർ കൃഷിയിടത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളം പ്രയോഗിച്ചത്. 1 ഏക്കറിൽ വളം പ്രയോഗിക്കാൻ 7 മുതൽ 10 മിനിറ്റ് വരെ മതിയെന്നതാണ് പ്രത്യേകത. മാത്രമല്ല വേഗത്തിൽ പൂർത്തിയാക്കാനാവുന്നതിനാൽ പ്രാണികൾ മറ്റു ഭാഗങ്ങളിലേക്ക് വരുന്നത് ഇല്ലാതാക്കാനും സഹായിക്കും. ഈ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 1 ഏക്കറിന് 3-4 മണിക്കൂർ എടുക്കുമ്പോൾ ഇതുകൊണ്ട് നമുക്ക് 7 മിനിറ്റ് കൊണ്ട് 1 ഏക്കർ നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കും. പുതിയ നീക്കം കർഷകർക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് കുണ്ടൂർ പാടശേഖര സമിതി പ്രസിഡന്റ് T. ഇസ്മായിൽ പറയുന്നു. സാധാരണ മരുന്നടിക്കാൻ തൊഴിലാളികളെ അന്വേഷിച്ച് കണ്ടെത്തണം. മാത്രമല്ല കൂടുതൽ തൊഴിലാളികളെയും വേണം. ഡ്രോൺ ആകുമ്പോൾ ക്ഷണനേരം കൊണ്ട് ജോലി കഴിയും. ഈ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതിന് മുന്നേ കേട്ടിട്ടേ ഉള്ളായിരുന്നു, ഇപ്പം ഞങ്ങൾ കണ്ട് അനുഭവിച്ചറിയുന്നു. എല്ലാ കാര്യങ്ങളിലും വിജയമാണ്. കാർഷിക മേഖലയിലെ പുതിയ സംവിധാനങ്ങളെ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കുണ്ടൂർ പാടശേഖരത്തിൽ ഡ്രോൺ മരുന്നടി നടത്തിയത്. നന്നമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് PK റഹിയാനത്താണ് പുതിയ പരീക്ഷണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ന്യൂസ് 18 മലപ്പുറം. ടൊവിനോ തോമസിനെ നായകനാക്കി ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്യുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ തിരുനക്കര ക്ഷേത്രത്തിൽ നടന്നു. ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ തിരുനക്കരയിൽ വെച്ചാണ് നടന്നത്. ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഡയറക്ടർ ഭദ്രൻ നിർവഹിച്ചു. ഫസ്റ്റ് ക്ലാപ്പ് ഡയറക്ടർ വൈശാഖാണ് നിർവഹിച്ചത്. ടൊവിനോ തോമസ്, ഡോൾവിൻ കുര്യാക്കോസ്, ജിനു വി എബ്രഹാം, സംവിധായകൻ ഡാർവിൻ കുര്യാക്കോസ്, ജോസ് തോമസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കാപ്പയ്ക്ക് ശേഷം തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ ബാനറിൽ ഡോൾവിൻ കുര്യാക്കോസ്, ജിനു വി എബ്രഹാം എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും ഒരുക്കുന്നത്. സോബിൻ ഷാഹിർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന അയൽവാസിയിലെ ലിറിക്കൽ വീഡിയോ ഗാനം പുറത്തിറക്കി. നിഖിൽ വിമൽ, ലിജോമോൾ, ബിനു പപ്പു, നെസ്ലിൻ, കോട്ടയം നസീർ, വിജയരാഘവൻ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന താരങ്ങൾ. ഇർഷാദ് പെരാരി ആദ്യമായി രചനയും സംവിധാനവും ചെയ്യുന്ന ചിത്രം കൂടിയാണ്.
പ്രഥമ ഹരീതകി പ്രതിഭാ പുരസ്കാരം മേളകലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാർക്ക് സമർപ്പിച്ചു. പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാലക്കോട്സ് അസോസിയേറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാ വർഷവും ചിനക്കത്തൂർ പൂരത്തോടനുബന്ധിച്ച് കലാ സാംസ്കാരിക സാമൂഹ്യ സാഹിത്യ സംഗീത രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് നൽകുന്നതാണ് ഈ പുരസ്കാരം. പുരസ്കാരം ലക്കിടി കിള്ളിക്കുറിശിമംഗലത്ത് വെച്ച് സമർപ്പിച്ചു. 25,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഹരീതകിക്ക് വേണ്ടി 5-അംഗ വിദഗ്ധ സമിതിയാണ് പുരസ്കാരം നിശ്ചയിച്ചത്. നമുക്ക് സ്നേഹം അറിയിക്കാനായിട്ട് പലപ്പോഴും വാക്കുകളൊന്നും മതിയാവില്ല. അതുകൊണ്ട്